എപ്പിസോഡ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവുന്നില്ല നിങ്ങൾ വിചാരിക്കണേ? അതെ, സ്പെഷ്യൽ ഒന്നല്ല, 2 സ്പെഷ്യൽ കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ എക്സോ സൂപ്പർ ജെൽ ലഞ്ച് ബോക്സ് വീക്ക്ലി കോൺടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, അതിൽ വിന്നേഴ്സിന് നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇന്ന് 2 വിന്നേഴ്സിനെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല റിലാക്സ് ചെയ്യാൻ പോകുന്നൊരു ദിവസമാണ്. സാധാരണ നിങ്ങൾ എന്നെയാണല്ലോ ആ കിച്ചണിൽ ഇങ്ങനെ ഓടുന്നത് കാണുന്നത്. ഇന്ന് എൻ്റെ പ്ലാൻ അനുസരിച്ച് മെയിൻ കോഴ്സ് മാത്രം ഞാൻ നോക്കി ബാക്കി നമ്മുടെ വിന്നേഴ്സ് റെസിപ്പി അങ്ങ് കാച്ചി തരാൻ പോവാണ്. ഓക്കെ, റെഡിയാണ്? അപ്പം നമ്മുടെ 2 വിന്നേഴ്സ് എന്ന് പറയുന്നത് ഒരാൾ ഡോക്ടർ സുമന്നയാണ്, വേറെ 2 പേരും വർക്കിംഗ് വുമൺ ആട്ടോ. മറ്റേ വിന്നർ എന്ന് പറയുന്നത് മിസ്സസ് സബിതയാണ്. ദേ സബിത ചേച്ചി എത്തി. വരൂ വരൂ. ഹായ്. ഹലോ മോനു, വാ 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 ഇരിക്കും. നല്ല അടിപൊളി റെസിപ്പി അയച്ചപ്പോൾ വിചാരിച്ചോ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും നമ്മുടെ പരിപാടിക്കകത്ത് വരുന്നു? ഒരിക്കലും പ്രതീക്ഷയില്ല. ചുമ്മാ അങ്ങ് കണ്ടപ്പോൾ അയച്ചിട്ടേക്ക് എനിക്ക് അറിയുന്നൊരു സാധനം. കുക്കിങ്ങിൽ പാഷൻ ഉണ്ട്, പല റെസിപ്പീസും ഫോളോ ചെയ്ത് പരീക്ഷിച്ച് നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ലഞ്ച് ബോക്സും കാണുമായിരുന്നു. വളരെ നല്ലൊരു ഇതാണ്. അപ്പം എൻ്റെതായ ഒരു സീക്രട്ട് പരീക്ഷിച്ച് നോക്കിയതാണ്. അത്ര തന്നെ. ഉമ്മച്ചി എങ്ങനെ അടിപൊളി കുക്കാണ്? നല്ല കുക്ക്. നല്ല പറയുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ തിളങ്ങി വന്നു. മോന്റെ പേരെന്താ? എൻ്റെ പേര് അമൻ അലി. അമൻ അലി. എത്രയിലാ മോൻ? 5th. ഏത് സ്കൂളിലാ? അസീസി ചെമ്പൂക്ക്. ഓക്കെ, നല്ല ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? അപ്പോൾ ചേച്ചിക്ക് ഒരു മോനാണോ? എനിക്ക് 2 കുട്ടികളാണ്, 2 ആൺകുട്ടികൾ. മൂത്താള് ഡിഗ്രി പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 5th അസീസിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം കോളേജിൽ ടൈമാണ്. അപ്പോൾ ചേട്ടൻ ബിസിനസ്സാണ്. ബിസിനസ്. അതെ, ഓക്കെ ഓക്കെ. അപ്പോൾ അടിപൊളി. അപ്പോൾ നമുക്ക് എന്നാ തുടങ്ങിയാലോ? കാരണം ഞാൻ നല്ല ന്യൂ ഇയർ പാർട്ടി മോഡിൽ ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തുടങ്ങാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പോൾ എന്തായാലും വിന്നർ വന്ന സ്ഥിതിക്ക് ഐശ്വര്യമായിട്ട് ചേച്ചിയുടെ കയ്യിൽ തന്നെ ഉണ്ടാക്കി തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യാം. അതിനെന്താ, വരൂ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 വിന്നേഴ്സാണ് ഇന്ന് നമ്മുടെ ഷോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ആദ്യത്തെ വിന്നേഴ്സ് വിന്നിങ് ലഞ്ച് ബോക്സ് റെസിപ്പി ചേച്ചി ഏതിനാണ് കിട്ടിയത്? ഈ ലോട്ടറി അടിച്ചത് ഏതിനാണ്? നമ്മൾ ഈ ഈസി ആയിട്ടുള്ള, അതായത് വീട്ടിലുള്ള റൈസ് വെച്ചിട്ട് തന്നെ നമുക്ക് കൂടുതൽ പച്ചക്കറികൾ ആഡ് ചെയ്ത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ അത് കഴിക്കുകയും ചെയ്യും, വെജിറ്റബിൾസ് ഒക്കെ അകത്ത് ചെല്ലുകയും ചെയ്യും. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പേരിട്ടിട്ടുണ്ടോ? അതിന്റെ പേരെന്ന് പറയുന്നത് അമ്മ സ്പെഷ്യൽ റൈസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ ഉമ്മച്ചി ഉണ്ടാക്കണ അമ്മ സ്പെഷ്യൽ റൈസ് നമ്മളിപ്പോ എങ്ങനെയാണെന്ന് കാണാൻ പോകുന്നു. ഓക്കെ, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാം. സാധാരണ ചോറാണല്ലേ? സാധാരണ ചോറാണ്. അതുപോലെ തന്നെ നോൺ വെജ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും, ചിക്കൻ ഉണ്ട്, എഗ് ഉണ്ട്, മസ്റ്റേർഡ്, ചെറിയുള്ളി, അതുപോലെ തന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് എത്ര വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. പൊട്ടറ്റോ വേണമെങ്കിൽ പൊട്ടറ്റോ, അതുപോലെ തന്നെ ഗ്രീൻ പീസ്, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് അവൈലബിലിറ്റിയും മോന് ഇഷ്ടമുള്ളതുമാണ് ഇതിൽ കൺസെപ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ നോൾട്ടയുടെ നല്ല തിളങ്ങുന്ന ഒരു പാത്രം കണ്ടില്ലേ, അതിലേക്ക് തന്നെ ഐശ്വര്യമായിട്ടങ്ങ് ഇട്ടോളൂ. നമ്മുടെ വീടാന്തരം നോട്ട, വീടാകും നോട്ട. അപ്പൊ അടുക്കളേനെ കൊട്ടാരമാക്കുന്നതാണ് എൻ്റെ ഇവിടുത്തെ. അപ്പൊ ചേച്ചി തുടങ്ങിക്കോ. അവനെങ്ങനത്തെ ഭക്ഷണമാണ് ഇഷ്ടം? ചിക്കൻ ഉള്ളതായ കഴിക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ചിക്കൻ ഉള്ളതേ കഴിക്കുള്ളൂ? രാവിലെ മുതൽ ചിക്കൻ അടിച്ചു മാറണോ വീട്ടിൽ നിന്ന്? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ്? പത്തിരിയും ബീഫും ദോശ. ദോശയുടെ കൂടെയും ചിക്കൻ വേണോ? ദോശ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഉച്ചക്ക് ചോറും മീൻ കറിയൊക്കെ ആയിട്ട്. അടുത്ത കടുക് ഇടുക. നമ്മൾ കടുക് പൊട്ടിയ ശേഷം നമ്മൾ വറ്റൽമുളക്, വെളുത്തുള്ളി, വേപ്പില ഇത്ര ഇടുക. നമുക്കതിന് ശേഷം ചെറിയുള്ളി ഇടുക. ചെറിയുള്ളിക്ക് ശേഷം നമ്മൾ ക്യാരറ്റ്, ക്യാപ്സിക്കം 2 കളർ ഇത്രയാണ് നമ്മൾ ഇടുക കേട്ടോ. മുട്ട ഇട്ടതിന് ശേഷം ഈ ചിക്കൻ വേവിച്ച് വെച്ച ചിക്കനാണ്. ബോയിൽ ചെയ്ത ചിക്കനാണ്. വെറും മഞ്ഞപ്പൊടി ഉപ്പിട്ട് ബോയിൽ ചെയ്ത ശേഷം ഇത്തിരി ഉപ്പ് ചേർക്കാം. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പൊ എഗ് ഇടാം. നെക്സ്റ്റ് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപ്പിട്ട് മഞ്ഞപ്പൊടി വേവിച്ച് വെച്ചു. നമുക്ക് ലാസ്റ്റ് റൈസ് ഇടാം. ഇത് ഒന്ന് ഡ്രൈ ആയ ശേഷമാണ് നമ്മൾ റൈസ് ആഡ്. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ?
ഞാൻ വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സമയമൊക്കെ മാനേജ് ചെയ്യുന്നത്? നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രി പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഉണ്ടാക്കാൻ വേഗം എളുപ്പമാണ്. നമുക്കിത് ഡ്രൈ ആയ ശേഷം ലാസ്റ്റ് ഗരം മസാല ഒരു നുള്ള് നെയ്യും കൂടി ആഡ് ചെയ്യാം ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മളിതിന് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റിലെ. ലാസ്റ്റ് ഒരു നെയ്യും കൂടി ആഡ് ചെയ്താൽ ആ ഒരു ഫ്ലേവർ നല്ല രസമായിരിക്കും. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇത് മല്ലിയില ഇതിന് മുകളിലിട്ട് ഗാർണിഷ് ചെയ്യാം. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചേച്ചിയൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന കാണാനോ. പക്ഷെ അതല്ലല്ലോ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും തരണ്ടേ, അതാണല്ലോ നമ്മള് പരിപാടി. അപ്പൊ ചേച്ചി റെസ്റ്റ് എടുക്ക്, ഞാൻ കുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ഐറ്റം ആട്ടെ. പുട്ട് ഇഷ്ടമാണോ? ഇഷ്ടം പുട്ടിന്റെ കൂടെ എന്താണ് ഇഷ്ടം കോമ്പിനേഷൻ? പഴം കടലക്കറിയൊക്കെ. പഴം കടലക്കറിയൊന്നും അല്ല, ഇത് സംഭവം വേറെയാണ്. ഒരു യൂറോപ്യൻ സ്റ്റൈൽ പുട്ട്. 2024 ന്യൂ ഇയർ ഒക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ ചേച്ചി എടുത്ത ക്യാപ്സിക്കം ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങള് വെജിറ്റബിൾസ്, ക്യാപ്സിക്കം 3 തരം, പിന്നെ സവാള, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ഗാർലിക്, ടൊമാറ്റോ, തേങ്ങ, ചിക്കൻ നമ്മുടെ ബോൺലെസ് പീസസ് എടുത്തിട്ട് പിച്ചിട്ടത്, പിന്നെ ചീസ് ഇഷ്ടമാണ്. അവലുവിന് ചീസ് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇങ്ങനെ ഒലിച്ച് വരും. പിന്നെ പുട്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളവും ഇട്ടിട്ട് ആ പുട്ടിന്റെ പാകത്തിൽ കുഴച്ചെടുത്ത് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അടുപ്പ് ചൂടാക്കുക, അതിനുശേഷം നോൾട്ടയുടെ പാത്രം അങ്ങോട്ട് വെക്കുക. പിന്നെ ചേച്ചിയുടെ വീട്ടിലെങ്ങനെയാണ് പാലും തൈരും നെയ്യും മിൽമയുടെ അതങ്ങനെ പറയാം. അപ്പോൾ കേരളം കണി കണ്ടുണരുന്ന നന്മയാണല്ലോ മിൽമ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽമയുടെ നെയ്യ് ആദ്യം അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഇടുന്നത് ഗാർലിക്കും സവാളയും മാത്രമാണ്, വെളുത്തുള്ളിയും സവാളയും മാത്രം. ഇതൊന്ന് ഒരു 2 മിനിറ്റ് ചൂടായതിനു ശേഷം നമ്മൾ ചിക്കൻ ഇടാം. നമ്മൾ ഇതേ സമയം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ ആ വേവ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്ന് മാത്രമല്ല ചിക്കൻ്റെ വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി കിട്ടും. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള വെജിറ്റബിൾസും കൂടെ നമ്മളങ്ങ് ഇട്ട് കൊടുക്കണം മുഴുവനായിട്ട്. ക്യാപ്സിക്കം, യെല്ലോ, റെഡ് ആൻഡ് ഗ്രീൻ, പിന്നെ സ്പ്രിംഗ് ഓണിയൻസ്, പിന്നെ തക്കാളി. അപ്പോൾ നമ്മുടെ സ്റ്റഫ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ റെഡിയായി. ഇതാണ് നമ്മൾ പുട്ടിനകത്ത് ഇടാൻ പോണ മിക്സ്. ശരി, പെപ്പർ ഇട്ടിട്ട് നമുക്ക് അതിനൊന്ന് ചെറുതായിട്ടൊരു ഫ്ലേവർ കൊടുക്കാം. പെപ്പറും പിന്നെ അതുപോലെ തന്നെ മിക്സ്ഡ് ഹെർബ്സും ഇടുവാണേ. മിക്സ്ഡ് ഹെർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിസ്സ പാസ്തയിലൊക്കെ ഇടുന്ന ഈ പാക്കറ്റിൽ കിട്ടുമല്ലോ. ഇത് ആക്ച്വലി ഒരു ഇൻ്റർനാഷണൽ ഫ്ലേവർ കൊടുക്കും. ഏകദേശം നമ്മൾ പിസയുടെ മേലെയുള്ള കാര്യം നമ്മളൊരു പുട്ടിനകത്ത് ഇടുന്നതിൻ്റെ ടേസ്റ്റ് പോലെ കിട്ടും. ഇപ്പോൾ നമ്മൾ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റഫിങ്ങിനുള്ള ആദ്യം തേങ്ങ ഇടാം. നമ്മുടെ സ്റ്റഫിങ് ഇതൊരു ലെയർ, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പുട്ട് ഒരു ലെയർ ഇടും. അടച്ചിട്ട് ചീസ് എപ്പോഴും ഇടുക? ചീസ് ലാസ്റ്റ് കമത്തി വെച്ചതിന് ശേഷം. അപ്പോൾ ഇത് ലെയറായിട്ട് വെച്ചിട്ട് ഇനി നമുക്കിത് ആവി വയ്ക്കാം. പുട്ട് റെഡി. നല്ല ആവി പറക്കണ പുട്ടുണ്ട. ടേസ്റ്റ് കൊടുക്കാനും ഇങ്ങനെ ചൂടായതുകൊണ്ടേ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് മേലെ കൂടി ഇടുമ്പം അതങ്ങ് മെൽറ്റായി പോകും. അപ്പോൾ ബെല്ലടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് സബ്ദ ചേച്ചിയുടെ കൂടെ തന്നെ നമുക്ക് വേറൊരു ലഞ്ച് ബോക്സ് റെസിപ്പി വിന്നറും ഉണ്ട്. എക്സോ ലഞ്ച് ബോക്സ് വിന്നർ. നമുക്ക് അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാണ്ടായിരുന്നു. ഡോക്ടർ സുമന, ഹസ്ബൻഡ് പ്രഹ്ലാദ്, 2 മക്കളും. അപ്പോൾ ഇത് നമ്മുടെ എക്സോ സൂപ്പർജെൽ ലഞ്ച് ബോക്സിന്റെ മറ്റേ വിന്നറാണ് സബിത. അപ്പോൾ ഇന്ന് ആക്ച്വലി നല്ല എക്സൈറ്റിംഗ് ആയിരിക്കും തോന്നുന്ന എപ്പിസോഡ്. എന്തായാലും ഇവിടെ ഇരിക്കാം.
വെൽക്കം ടു അവർ ഷോ. ശരിക്കും ഡോക്ടർ സുമന എന്ന് പറയുമ്പോൾ യു ആർ പ്രാക്ടീസിങ്. I'm practicing. I'm an anesthetist and I work in an eye hospital called Giridhara Institute. ഓ ഓക്കെ, ശരി. അപ്പം ചേട്ടൻ എന്ത് ചെയ്യാണ്? ഞാനിവിടെ ഇൻഫോ പാർക്കിൽ കോൺഡുവൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഓക്കെ. അതിൽ സീനിയർ ഡെലിവറി മാനേജറാണ്. ഓ അത് ശരി. ശരിക്കും പറഞ്ഞാൽ അതിശയമുള്ള കാര്യമാണ്. കാരണം ഡോക്ടേഴ്സ് ഒക്കെ നമ്മുടെ ഷോ കണ്ടിട്ട് നമ്മളെ കോൺടെസ്റ്റിന് റെസിപ്പീസ് അയക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഒരു സന്തോഷം. സോ യു ലവ് കുക്കിംഗ്? I love to cook, yeah. എവിടെ നിന്നാണ് ഭാഷ കേട്ടിട്ട് മലയാളി അല്ല? അല്ല, ഞാൻ ബേസ് ചെന്നൈ ആണ്. Okay. But I did my MBBS and post graduation in Amrita. ഇവിടെ വന്ന് മലയാളം പഠിച്ചതാണ്. ഇവിടെ വന്ന് ആണോ പാർട്ട്ണറിനെയും കണ്ടിട്ട്? അതെ അതെ. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, ഫാമിലി ഫ്രണ്ട്സ് ആണ്. ഫാമിലി ഫ്രണ്ട്സ്. ഓ അത് ശരി. അപ്പൊ ചെന്നൈ ലിങ്ക് ഉണ്ട് ചേട്ടൻ? അതെ അതെ. ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു. ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ. പിന്നെ സുമന ഇവിടെ ആയ സ്ഥിതിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തതാണ്. ഓ ഇങ്ങനെ. അപ്പൊ ആക്ച്വലി ഒരു തമിഴ് എന്താ വൈഫിന് വേണ്ടി കേരളത്തിലോട്ട് സെറ്റിൽ ചെയ്ത് വന്ന മലയാളി ഹസ്ബൻഡ്. അങ്ങനെ പറയാം. അത് കൊള്ളാലോ. സാധാരണ നേരെ തിരിച്ചല്ലേ സംഭവിക്കാറ്. ഇത് അടിപൊളിയാ. അപ്പൊ സൗകര്യമായില്ല, നമ്മുടെ നാട്ടിലേക്ക് തന്നെ വന്നല്ലോ ആളെ കൂട്ടിട്ട്. മക്കളുടെ പേരെന്താ? സിദ്ധ, സച്ചിത്. ഒമ്മ എടുത്തോ അങ്ങനത്തെ പേരാണല്ലോ. അടിപൊളി. സച്ചിത് എന്ത് ചെയ്യാ? ഇത് ക്ലാസ്സിലാ? സാംകിത് സ്കൂളിലാണ്. KG1 KG2 LKG. വാവ ഏത് ക്ലാസ്സിലാ? 2A ആണ്. ഏത് സ്കൂളിലാ? വിദ്യോദയ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ചും എനിക്കിഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിന്നർ തന്നെ നമുക്ക് കുക്ക് ചെയ്ത് തരും. അറിഞ്ഞോ? അത് വിന്നർ തന്നെ കുക്ക് ചെയ്ത് തരുമല്ലോ. അപ്പൊ സുമന റെഡിയാണോ? അപ്പൊ നമുക്ക് എന്നാ പതുക്കെ ഞാൻ ഇവിടെ ചെയ്യാറ്, ഞാൻ അമ്മയും മക്കളെയും എടുത്ത് കിച്ചണിൽ കൊണ്ടുപോകാറാണ് പതിവ്. അപ്പൊ ഞാൻ ഇവരെ കൊണ്ടുപോട്ടെ കിച്ചണിലോട്ട്. ഒരു ചേഞ്ചിന് വേണമെങ്കിൽ ഞാനും കൂടി വരാം. കാരണം സുമന അത് പറഞ്ഞ് മനസ്സിലാക്കും, തമിഴും മലയാളം കൂടി കിടന്ന് മനസ്സിലാക്കുമ്പോഴേക്കന്നെ അത് വേറൊരു ഡിഷായി മാറും. അതിനെ കൊണ്ട് ഞാൻ കൂടെ വന്നിട്ട് ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് നടുവിൽ സന്തോഷേ ഉള്ളൂ. അപ്പൊ ചേട്ടനും കൂടെ എന്തായാലും പോര്. മക്കൾ ഇവിടെ ഇരുന്ന് കുറച്ചു നേരം കളിച്ചോ. ഇത്ര ബലൂൺസ് ഒക്കെ ഉണ്ട്. വേഗം കുക്ക് ചെയ്തിട്ട് ഞങ്ങൾ വരട്ടെ. ഓക്കെ, വരും, നമുക്ക് പോവാം. എന്താണ് ഡോക്ടർ നമ്മുടെ വിന്നിംഗ് റെസിപ്പിയിലെ ഡോക്ടറിന്റെ റെസിപ്പി? സോ ഇത് വീട്ടിലെ യൂഷ്വലി ഒരു ഫാൻ ഫേവറേറ്റ് ആണ്. തട്ടിപ്പത്രി എന്ന് പറയും. നോട്ട് മൈ റെസിപ്പി, എന്റെ മദർ ഇൻ ലോയുടെ ആണ്. ശരി, കോഴിക്കോടൻ റെസിപ്പിയാണ്. കോഴിക്കോടൻ റെസിപ്പിയാണ്. അപ്പൊ ഞങ്ങൾ മദർ ഇൻ ലോ എന്ന് പറയുന്നതിനെക്കാട്ടും ഒരു 4th ജനറേഷൻ റെസിപ്പിയാണ്. കാരണം ഇതെന്റെ അമ്മമ്മ എന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട്, എന്റെ അമ്മ അത് സുമനയ്ക്ക് കൊടുത്തിട്ട്, എന്നിട്ട് വീട്ടിലുണ്ടാക്കി കൊടുത്തു. പരമ്പരാഗതമായി നിങ്ങൾ ഫോളോ ചെയ്യുന്ന തലമുറയായി ഇനി നിങ്ങളുടെ മക്കളും ഇതാക്കാൻ പോണ റെസിപ്പി. അതിലൊരു ചെറിയ ഓൾട്രേഷൻ വരുത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് പൊതുവെ തട്ടിപ്പത്തിരിയും വറുത്തരിച്ച കോഴിക്കറിയൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പൊ സുമന ഒരു വെജിറ്റേറിയൻ ആയതിനെ കൊണ്ട് അതിന് ഒരു വെജിറ്റേറിയനൈസ്ഡ് വേർഷൻ ആയിട്ട് അതിന്റെ കൂടെ ഒരു വെജിറ്റേറിയൻ സൈഡ് ഡിഷ് ആണ്. അതെന്താണ്? അത് പയറ് കറി, തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് ഒരു ചെറുപയർ. അപ്പൊ തുടങ്ങിക്കോളൂ ഡോക്ടർ. ഓക്കെ. സോ ആദ്യം നമുക്ക് മാവ് ഒന്ന് ഉണ്ടാക്കാം. സോ മാവ് ഇസ് യുവർ യൂഷ്വൽ ഇടിയപ്പത്തിന്റെ മാവാണ്. സോ അതിനകത്ത് ഐ ജസ്റ്റ് ആഡ് സം സോൾട്ട്. അവിടെയുണ്ട്. എന്റെ കിച്ചണിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പുരുഷൻ കാല് വെക്കുന്നത്. അങ്ങനെ ഒരു ബഹുമതിയും കൂടി എനിക്ക്. അതെ 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 അതെ. ഞങ്ങൾ സാധാരണ ഇവിടെ ആണുങ്ങളെ കയറ്റാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുട്ടികൾക്ക് അമ്മമാരുടെ റെസിപ്പി പറഞ്ഞു കൊടുക്കട്ടെ, അവരവിടെ റെസ്റ്റ് എടുക്കട്ടെ, അവർക്ക് ബോർ അടിക്കണല്ലോ എന്ന് വെച്ചിട്ടാട്ടോ. ഇതിനകത്ത് ഇപ്പൊ കുറച്ച് സോൾട്ടും ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ടർ ബോയിൽ നല്ല ബോയിൽ ചെയ്യുമ്പോൾ വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് അപ്പൊ നല്ല കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വരും. അത് അങ്ങനെ ആ ചൂടോടെയല്ലേ നമ്മൾ ഉരുട്ടിയെടുക്കണത്. നല്ല തിളച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു അല്ലേ? ഡോക്ടർക്ക് കോഴിക്കോടൻ റെസിപ്പി ഒക്കെ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ആഫ്റ്റർ മാരേജ്, ബിഫോർ മാരേജ് പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. പിന്നെ ആഫ്റ്റർ മാരേജ് കഴിക്കാനൊക്കെ തുടങ്ങി. ഐ ലവ് പ്രോൺസ്, ചിക്കൻ, ഓക്കെ, ബട്ട് മോർ ഇൻടു സീ ഫുഡ്. അപ്പൊ തമിഴ്നാട്ടിലുള്ള ഈ സുന്ദരിയെ എങ്ങനെയാണ് കോഴിക്കോടുകാരൻ കണ്ടുമുട്ടിയത്? സുമന പഠിച്ചത് ഇവിടെ എറണാകുളത്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഫർദർ സ്റ്റഡീസ് പഠിക്കാൻ വേണ്ടിയിട്ട് US പോകാനുണ്ടായിരുന്നു. അപ്പം അതിനൊരു പ്രിപ്പറേഷൻ എക്സാമിന് വേണ്ടിയിട്ട് ചെന്നൈയിൽ വന്നിട്ട് ഒരു 3 മാസം പ്രിപ്പറേഷൻ എക്സാം ഉണ്ടായിരുന്നു. അപ്പം 3 മാസം പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പം ആ സമയത്ത് ആണ് ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ഫ്രീക്വൻ്റ്ലി മീറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഫുഡിൻ്റെ അടിസ്ഥാനമായിട്ടാണ്. സോ ഓരോ സ്ഥലത്ത് ഞങ്ങൾ പോകും,
ഭക്ഷണം കഴിക്കും. ഞാനൊരു ഫുഡിയാണ്, സുമന ഒരു ഫുഡിയാണ്. ഞങ്ങൾ ഫുഡിൽ താല്പര്യമാണ്. അങ്ങനെ ഞാൻ സുമനേന്റെ ഫർദർ സ്റ്റഡീസ് മുടക്കി. എങ്ങനെ ഇരിക്കേണ്ട ഒരു ഡോക്ടർ ആയിരുന്നു US പോയി PG ഒക്കെ ഇപ്പം അങ്ങനെ ഞങ്ങൾ US പോയിരുന്നത് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഉണ്ടാവും ഈ ഷോ ചെയ്യാൻ. ഞാനിപ്പോ പ്രഹ്ലാദിനും ഡോക്ടർ സുമന്യും ഒന്നും കാണില്ല, അത് വേറെ കാര്യം. പക്ഷെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആണല്ലോ. അപ്പം വീട്ടിൽ പറഞ്ഞപ്പം എതിർത്ത് ഒന്നുമില്ല? ഇല്ല, സുമനയുടെ അമ്മയ്ക്ക് എന്നെ ചെറുപ്പത്തിലേ അറിയായിരുന്നു. ഓക്കെ. ഇപ്പൊ നമുക്ക് പത്തിരി ഉണ്ടാക്കുന്നത് കുറച്ച് ഈ വെളിച്ചെണ്ണ കയ്യിലിങ്ങനെ ആക്കിയിട്ട് ഓക്കെ മേക്ക് ലിറ്റിൽ ബോൾസ്. അപ്പൊ ന്യൂ ഇയറിന് എവിടെയാണ്? ന്യൂ ഇയറിന് ഞങ്ങൾ ഇവിടെ ചേരാനല്ലൂർ സ്കൈലൈൻ സിനർജി അപ്പാർട്ട്മെന്റ്സിലാണ്. അപ്പം ഞങ്ങൾ എല്ലാ ന്യൂ ഇയറും ഞങ്ങൾ അവിടെ സിനർജി ഡേ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യും. സോ എവറി 31st ഞങ്ങൾ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. സോ ആ കമ്മ്യൂണിറ്റിക്ക് 31st നൈറ്റ് ഞങ്ങൾ അവിടെ തന്നെയാണ് സെലിബ്രേഷൻ. ഇവിടെ അമ്മ തട്ടുപത്തിരി ഉണ്ടാക്കിയെന്ന് അറിഞ്ഞിട്ട് വന്നാണോ എന്നറിയില്ല. വാവേ ഹേ. അപ്പൊ നമ്മുടെ ഇത് റെഡി ആയി കഴിഞ്ഞല്ലേ? ഇപ്പൊ റെഡിയായി. അതിപ്പോ നമുക്ക് ഇനി ഇഡ്ലി പാത്രത്തിൽ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇതിന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന മാതിരി കുറച്ച് നമുക്ക് എണ്ണ ആദ്യം തടവി കൊടുക്കാം. തടവി കൊടുത്തിട്ടേ. ഓക്കെ. സോ ഇത് ഐ ഡിഡ്ന്റ് നോ ഇവിടെ സമയം എങ്ങനെ ആവുന്ന്. സോ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വേവിച്ച് കൊണ്ടുവന്നു. അപ്പൊ ഇതിനകത്ത് എന്താ ഇട്ടത് വെച്ചാൽ നോർമലി വെജിറ്റബിൾ ഒന്നും ഇല്ല, ബട്ട് ജസ്റ്റ് ടു ആഡ് സം ന്യൂട്രീഷൻ വാല്യൂ ഞാൻ കുറച്ച് ക്യാരറ്റും 2 പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് എന്തൊക്കെ എണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രം. വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും കടുകൊന്നുമില്ല? ഇല്ല. ഓക്കെ. അപ്പൊ ഇത് നമ്മള് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് നേരെ അതിനകത്തോട്ട് ഒഴിച്ച് തേങ്ങാപ്പാൽ 1-ാം പാലാണോ? ഫസ്റ്റ് പാൽ, തിക്കസ്റ്റ്. അതെ തിക്ക് പാൽ ഒഴിച്ചിട്ട്. ഓക്കെ. അപ്പൊ ഇത് ഒഴിക്കുന്നു. നമ്മൾ സോട്ടേ ചെയ്ത് വെച്ച ആ കാര്യം കൂടി ഇതിന്റെ ലാസ്റ്റ് ചേർക്കണം അല്ലേ? അതെ. പിന്നെ നമ്മള് ഇഡ്ലി തട്ടിൽ ഇരിക്കണ പത്തിരിയും കൂടെ വേവ് കഴിഞ്ഞു കഴിഞ്ഞാല് റെഡിയായി. ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. അത് റെഡിയാക്കുന്ന സമയം കൊണ്ട് ഞാൻ ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. എനിക്കൊന്ന് മോന് വിശക്കാനൊക്കെ തുടങ്ങി. ഞാൻ എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്തിട്ടെ. ആക്ച്വലി ഇന്നത്തെ ന്യൂ ഇയർ എപ്പിസോഡിൽ ഈ ടേബിൾ ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒന്നാമത് കളർഫുൾ ആണ്, കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു. അത്രയും ഡിലീഷ്യസും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇന്ന്. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ 2 വിന്നേഴ്സ് കുക്ക് ചെയ്ത റെസിപ്പീസും ഇതിനകത്തുണ്ട്. എല്ലാരും കഴിക്കാൻ തുടങ്ങിക്കോളൂ, എന്നിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. റൈസ് വളരെ നന്നായിട്ടുണ്ട്, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുണ്ട്. അത് എന്നോടല്ല, ഈ ചേച്ചിയോട് വേണം പറയാൻ. നമ്മുടെ വിന്നേഴ്സ് റെസിപ്പിയാണ്. Even this put is very soft and flavorful. പുട്ട് നമ്മളൊരു ചെറിയൊരു ഇന്റർനാഷണൽ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ് ഡോക്ടർ. സബ്ജ ചേച്ചി, എങ്ങനെയുണ്ട് നമ്മുടെ പത്തിരി, തട്ടുപത്തിരിയും? എനിക്ക് പയറ് കറി നല്ല രസമുണ്ട്. നല്ലൊരു മൈൽഡ് ഫ്ലേവർ നന്നായിട്ടുണ്ട്. അതല്ലേ? അപ്പോൾ എന്തായാലും ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാം നമുക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ആയിട്ട് യൂസ് ചെയ്യാം. കാരണം എല്ലാം വളരെ എളുപ്പമാണ്. പത്തിരി മാത്രം ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയൊരു ടൈം മാത്രമേ വേണ്ടുള്ളൂ. അതിൻ്റെ വെജ് കറിയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ഈ 2024ലേക്ക് നമ്മൾ കടക്കണതിനെക്കാട്ടി മുന്നേ ഉള്ള ഈ എപ്പിസോഡ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നമ്മൾ ലഞ്ച് ബോക്സ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാം. പ്രത്യേകിച്ചും ഓരോ വീക്കും നമ്മുടെ കണ്ടസ്റ്റൻസ് റെസിപ്പി അയച്ച് അതിൽ നിന്ന് ഏറ്റവും മികച്ച റെസിപ്പി സെലക്ട് ചെയ്ത് ഫീച്ചർ ചെയ്യുമ്പം നമ്മൾ പോലും വിചാരിച്ചാൽ നമുക്ക് വിന്നേഴ്സിനെ ഫീച്ചർ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഈ ഷോൻ്റെ അത്രയും പോപ്പുലാരിറ്റിയും എല്ലാവരും ഇത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വിന്നേഴ്സിനെ കൂട്ടിയിട്ട് തന്നെ എന്തുകൊണ്ടൊരു ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡ്
ആയിക്കൂടാന്ന് ചിന്തിച്ചപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. കാരണം അത്രയും സൂപ്പർബായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു ആൻഡ് നല്ല ഡിഷസ് ഉണ്ടാക്കി. അപ്പം നിങ്ങൾക്ക് എന്തായാലും വെറും കൈയോടെ ഞാൻ വിടുന്നില്ല, ഞാൻ കുറച്ച് ഹാമ്പേഴ്സ് തന്നിട്ടാട്ടോ വിടാൻ പോണത്. ഡോക്ടറിന് വീട്ടിലേക്ക് എല്ലാം നല്ല ശുദ്ധീകരിച്ച് വൃത്തിയാക്കിയിരിക്കാൻ എക്സോൻ്റെ ഗിഫ്റ്റ് ഹാമ്പറാണ്. ഓക്കെ, We should actually give it to him. Oh, because he does the cleaning. Yeah. Okay. അപ്പം ഇത് സബിത ചേച്ചി എക്സോ ആണ് വീട്ടിൽ ഉപയോഗിക്കുന്നതെന്ന് അറിയാം, എന്നാലും കുറച്ചും കൂടി ഇരിക്കട്ടെ. ഇനി അമലു സ്കൂളിൽ കൊണ്ടുപോയിട്ട് നല്ല പ്രീമിയം ഡാർക്ക് ചോക്ലേറ്റ് മിൽമയുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, സിദ്ധ സങ്കടം വന്നല്ലോ പെട്ടെന്ന്, സിദ്ധക്കുണ്ട് സ്കൂളിലേക്ക്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ഷെയർ ചെയ്യുക പ്രീമിയം ഡാർക്ക് ചോക്ലേറ്റ് മിൽമയുടെ, യമ്മിയാണ്. ഓക്കെ, അപ്പോൾ അമലു ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ പോയി നല്ല അടിച്ചു പൊളിക്കാൻ ഒരു അടിപൊളി പാർക്കാണ്, ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ പോകണം. ഓക്കെ, യു ഗോ. ഇനി സച്ചു എവിടെയാ പോവാൻ പോണേന്ന് അറിയോ? വണ്ടർലാ. ഓക്കെ, എടുത്തോ പിടിച്ചോ. അപ്പോൾ താങ്ക് യു. അപ്പോൾ എന്തായാലും ഐ എം സോ ഹാപ്പി നിങ്ങളെല്ലാവരും വന്നതിൽ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അപ്പോൾ പുതിയ പ്രതീക്ഷകളുമായി പുതിയ കാര്യങ്ങളുമായി എക്സോ ലഞ്ച് ബോക്സിൻ്റെ പുതിയ സീസണുമായി നമ്മളെല്ലാവരും തിരിച്ചു വരും. അതുവരെ കാത്തിരിക്കുക. അതുവരെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. നിങ്ങൾക്ക് എല്ലാവരും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് ഗുഡ് ബൈ.